നമസ്കാരം, ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ ഇലക്ഷനിൽ BJP ടിക്കറ്റിൽ സുജയ പാർവതി നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. കേരളത്തിൽ എങ്ങനെയും നിയമസഭാ സീറ്റിന്റെ എണ്ണം 2 അക്കം കടത്തുവാൻ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് BJP. നിരവധി വാക്ചാതുര്യമുള്ള നേതാക്കന്മാർ നേതൃനിരയിൽ ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ ജനപിന്തുണ പാർട്ടിക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 2-3 ടേം ഇലക്ഷനുകളിൽ പാർട്ടി കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല. മറിച്ച് ലോക്സഭാ ഇലക്ഷനിൽ പരമ്പരാഗത പാർട്ടിക്കാരനല്ലാത്ത സുരേഷ് ഗോപിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. ഇങ്ങനെയിരിക്കെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ സ്വീകാര്യതയുള്ള ആളുകളെ കണ്ടെത്തി പാർട്ടി ടിക്കറ്റിൽ മത്സരിപ്പിച്ച് വിജയം ഉറപ്പുവരുത്തുവാനാണ് പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സാധാരണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജാതി സമവാക്യങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളും വ്യത്യാസമാണ്. നിലവിൽ 2 പ്രബല കക്ഷികൾ മുഖാമുഖം നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ മൂന്നാമതൊരു ശക്തിയായി മാത്രമേ BJPക്ക് വിജയവഴിയിലെത്തുവാൻ സാധിക്കൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രബലമായി നിൽക്കുന്ന പാർട്ടിയെ ക്ഷയിപ്പിച്ച് അവരുടെ വോട്ട് ബേസ് കരസ്ഥമാക്കി മുന്നോട്ട് പോവുകയാണ് BJP ചെയ്തു വന്നത്. എന്നാൽ കേരളത്തിൽ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. കൂടാതെ 28% വരുന്ന മുസ്ലിം ജനസംഖ്യയിൽ നിന്ന് ഒരു വോട്ട് പോലും BJPക്ക് നേടുവാൻ സാധിക്കില്ല. ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് ഏകീകരിച്ച് അധികാരത്തിലെത്തുവാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും വിജയമായി എന്ന് പറയുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പൊതുവെ പാർട്ടി കേൾക്കുന്ന പഴിയാണ് സ്ഥിരം സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുന്നു എന്നത്. ഇതിലൊരു മാറ്റം വരുത്തുവാൻ കൂടിയാണ് ഇത്തവണ നേതൃത്വം ശ്രമിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ വിഷനിലും 24ലുമായി പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ റിപ്പോർട്ടർ TVയിൽ ജോലി ചെയ്യുന്ന സുജയ പാർവതിക്ക് സാധ്യതകൾ ഏറുന്നത്. ഏതു വിഷയത്തിലായാലും BJPയുടെയും RSSന്റെയും കൃത്യമായ നിലപാട് വ്യക്തവും സമ്പുഷ്ടവുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സുജയക്ക് ഒരുപാട് ആരാധകരുമുണ്ട്. BJP നേതാക്കൾ വിശദീകരിക്കുന്നതിനേക്കാൾ കൃത്യമായി സുജയ പാർട്ടിയുടെ നയങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നു എന്നതും സുജയക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു. 24 ന്യൂസിൽ പ്രവർത്തിക്കുന്ന സമയത്ത് BMSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിലൂടെ വിവാദമാകുകയും ചാനലിൽ നിന്ന് നടപടി നേരിട്ടു എന്ന വാർത്തയും നമ്മൾ കേട്ടതാണ്. സുജയയ്ക്ക് BJP സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കളുമായി നല്ല ബന്ധമാണുള്ളത്. കൂടാതെ RSSന്റെ ആശയങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നതിലൂടെ RSSനും സുജയ സ്വീകാര്യയാണ്. 2023 കൊച്ചിയിൽ യുവം എന്ന പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കവേ തൊട്ടു മുന്നിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സുജയയുടെ സാന്നിധ്യം അന്ന് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. BJP അനുകൂലികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും സുജയയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത നിയമസഭയിലേക്കുള്ള പാർട്ടി പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുവാൻ BJP ഉപയോഗിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും സുജയയ്ക്ക് നല്ല ഒരു ജനപ്രതിനിധിയായി തിളങ്ങുവാൻ സാധിക്കുമെന്ന് അവരുടെ പ്രവർത്തന രീതിയിൽ തന്നെ വ്യക്തമാണ്. ജയ് ഹിന്ദ്.